ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ICICI ആമസോൺ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഗുണം എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് എന്നത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആമസോൺ പ്രൈം മെമ്പർ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പ്രൊഡക്റ്റുകൾക്കെല്ലാം 5% ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ 5% ഡിസ്കൗണ്ട് എല്ലാം ലഭിക്കും. എന്നാൽ നിങ്ങൾ ആമസോൺ പ്രൈം മെമ്പർ എല്ലാം ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ 5% എല്ലാം ലഭിക്കുന്നത്. നിങ്ങൾ പ്രൈം മെമ്പർ അല്ല എങ്കിൽ നിങ്ങൾക്ക് 3% ഡിസ്കൗണ്ട് എല്ലാം ലഭിക്കും. അതായത് ആമസോൺ പ്രൈം മെമ്പർ അല്ലാത്തവർക്ക് 3% ഡിസ്കൗണ്ട് എല്ലാമാണ് ലഭിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് മറ്റു ബെനിഫിറ്റ്സ് എന്തെല്ലാം എന്ന് നോക്കാം. പലർക്കും ഈ ഒരു കാർഡ് ഇത് ആമസോണിൽ മാത്രമായി യൂസ് ചെയ്യാനുള്ളതാണോ എന്നെല്ലാം ഡൗട്ട് എല്ലാം വരാം. എന്നാൽ ഇത് അത്തരത്തിലല്ല, നമുക്ക് മറ്റു ആവശ്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഒരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ സീൽ ചെയ്ത് ഇവിടെ നമുക്ക് കാണാം ഡു നോട്ട് ആക്സെപ്റ്റ് ഈ സീൽ ഓർ എൻവലപ്പ് ഈ സ്റ്റാമ്പേഡ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സീലെല്ലാം ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലൂ ഡാർട്ട് വഴിയാണ് നമുക്ക് ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഇൻഫർമേഷൻ എല്ലാം ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇവിടെ കാണാം. അതുപോലെ ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇത്തരത്തിലാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വന്നിരിക്കുന്നത്. ഇതിന് താഴെയായി എൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 5% ക്യാഷ് ബാക്ക് ഓൺ ആമസോൺ പ്രൈം മെമ്പേഴ്സിന് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3% നോൺ പ്രൈം കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2% ആമസോൺ പേ പാർട്ട്ണർ യൂസിങ് ദിസ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2%. അതുപോലെ നമുക്ക് ഫ്ലാറ്റ് 1% ഓൺ ഓൾ അതർ പേയ്മെന്റ്സ്, മറ്റു പേയ്മെന്റ്സിൽ 1% നമുക്ക് ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് എല്ലാം ലഭിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം. ഇനി ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായി തിരിച്ചടയ്ക്കാനെല്ലാം സമയത്ത് തന്നെ നമ്മൾ അടയ്ക്കുകയെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ലഭിക്കുക. നിങ്ങൾ ഇതിന് ഡിലേ എല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ നല്ല ഇൻട്രസ്റ്റ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ്. അതിനാൽ തന്നെ കറക്റ്റ് സമയത്ത് നിങ്ങൾ പേയ്മെന്റ് എല്ലാം അടയ്ക്കുമെന്ന ഉറപ്പെല്ലാം ഉള്ളവർ അവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യാം. അല്ലാത്തവർ ഇത് എടുത്താൽ അവർക്ക് ഒരുപാട് നഷ്ടമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇത് അപ്ലൈ ചെയ്തത് ആമസോണിലൂടെയാണ്. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ സെർച്ച് ബാറിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ICICI ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്രകാരം ICICI ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അലക്സാസ് ആൻസർ ഇങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ലേൺ മോർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചെല്ലാം ഇൻഫർമേഷൻ എല്ലാം കാണും. ഇവിടെ 3% ക്യാഷ് ബാക്ക് ഓൺ ഷോപ്പിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നോൺ മെമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ആമസോൺ അക്കൗണ്ട് ഇത് നിങ്ങളുടെ പ്രൈം മെമ്പർ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് 5% എല്ലാം കാണാൻ സാധിക്കും. എൻ്റെ മറ്റൊരു അക്കൗണ്ട് അത് പ്രൈം മെമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് 5% ആണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് 3% ക്യാഷ് ബാക്ക് എന്ന് കാണിക്കുന്നത് ഇത് പ്രൈം മെമ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് മാത്രമല്ല പ്രീപെയ്ഡ് റീചാർജിൽ, അതുപോലെ പോസ്റ്റ് പെയ്ഡ് റീചാർജിൽ, DTH റീചാർജ്, ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെന്റ്, ഗ്യാസ് പേയ്മെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ്, ഇതുപോലെ ഈസി ഡൈനർ, ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നും ലഭിക്കും. അതുപോലെ നോ കോസ്റ്റ് EMI എല്ലാം ലഭിക്കുന്നതിനും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് ഇത്. അതിനാൽ തന്നെ ഇതിൽ ഹിഡൻ ചാർജോ അല്ലെങ്കിൽ ആനുവൽ ചാർജോ അല്ലെങ്കിൽ മറ്റു ജോയിനിങ് ഫീസ് ഒന്നും തന്നെ ഈടാക്കുന്നില്ല എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ആനുവൽ ഫീ ഒന്നും തന്നെ വരുന്നില്ല.
അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾ ഏകദേശം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇയർലി നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയെല്ലാം ലാഭിക്കാം, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ എല്ലാം ഈ ഒരു ഇൻഫർമേഷൻ ഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ ഈ ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ഇവിടെ വീണ്ടും ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനാൽ തന്നെ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ ഈ വന്നിരിക്കുന്നതിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് റഫായ ഒരു ഫിഗർ പറഞ്ഞു തരാം. ഇതിനായി നമുക്കിവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ പാൻ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, അതുപോലെ നിങ്ങളുടെ പേര്, ഇത്രയും ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്യാൻ പറയും. അതിനുശേഷം ഈ കാര്യമെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായി നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ എല്ലാം ലഭിക്കും. അവിടെയാണ് നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ നിങ്ങൾക്ക് എത്ര സാലറിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഇയർലി എത്രയാണ്, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുക്കണം. അതായത് നിങ്ങൾക്ക് 1 to 5 lakhs അല്ലെങ്കിൽ 5 to 10 lakhs, 10 to 15 lakhs ഇങ്ങനെയുള്ള കാറ്റഗറി എല്ലാം ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള കാറ്റഗറി എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സാലറീഡ് ആയ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ബിസിനസ്, അങ്ങനെ പ്രൈവറ്റ് ഫേം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണോ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ഇൻഫർമേഷൻ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ സാലറീഡ് ആയ ആളാണെങ്കിൽ സാലറീഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കമ്പനി നെയിം എല്ലാം നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. എന്നാൽ നിങ്ങൾ സാലറീഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫിൽ ചെയ്യാൻ പറ്റുക എന്താണ് നിങ്ങളുടെ കമ്പനി നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫുൾ നെയിം എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്നൊരു ഓപ്ഷൻ എല്ലാം വരും. ഇവിടെ ഡെസിഗ്നേഷൻ എന്നത് നമ്മൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഓണർ എന്നെല്ലാം കൊടുക്കാം. ഇനി നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലാണ്, അവിടുത്തെ നിങ്ങളുടെ ഈ കമ്പനി നെയിം, അതുപോലെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ, ആ കമ്പനിയിൽ നിങ്ങൾ എന്തായിട്ടാണ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, അതെല്ലാം കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് അവസാനമായി ഒരു ലിങ്ക് കൂടി ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് വീഡിയോ കോൾ വഴി ഇത് കൺഫേം ചെയ്യാനെല്ലാമാണ് പറയുക. അതായത് നമ്മുടെ പാൻ കാർഡ് നമ്മൾ കയ്യിൽ പിടിച്ചതിന് ശേഷം വീഡിയോ കോൾ വഴി ഇത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ വീഡിയോ കോളിൽ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എല്ലാം ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അതായത് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സിഗ്നേച്ചർ എല്ലാം ഇടുന്ന ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത്, അതായത് ആ വീഡിയോ കോളിൽ തന്നെ കാണിച്ച് അത് നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി എല്ലാം യൂസ് ചെയ്ത് അതിനുശേഷം ഈ ഒരു അപ്ലൈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആകും. അതായത് നമ്മൾ ഇവിടെ അപ്ലൈ എന്ന് കാണിക്കും. ഇത്തരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് KYC വെരിഫിക്കേഷൻ, ഇത് ഓൺലൈൻ വഴി നമ്മൾ ഇത്തരത്തിൽ വീഡിയോ കോൾ വഴിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി അവർ ഇത് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ സിവിൽ സ്കോർ, ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇത് അപ്രൂവ് ആയി എന്നൊരു മെയിലെല്ലാം നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID ഇതിലേക്ക് നമുക്കൊരു മെയിലെല്ലാം ലഭിക്കും. അതിനുശേഷം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഇപ്രകാരം ഈ ഒരു ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ എല്ലാം ലഭിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്